ഇന്ന് ഞാനേ പശുവിൻ്റെ പാൽപ്പാട വെച്ചിട്ട് നെയ്യ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണിച്ചു തരാം. ആദ്യം നാടൻ പശുവും പാൽ ഞാൻ വാങ്ങും കേട്ടോ. എന്നിട്ട് അതിനെ തിളപ്പിച്ചിട്ട് നന്നായിട്ട് തണുത്തതിന് ശേഷം ഫ്രിഡ്ജിനകത്ത് വയ്ക്കും. ഒരു 3-4 മണിക്കൂർ. ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ വൈകുന്നേരം വാങ്ങി തിളപ്പിച്ച് വയ്ക്കും. രാത്രി കിടക്കാറാകുമ്പോഴേക്കും എടുത്ത് ഫ്രിഡ്ജിൽ വയ്ക്കും. ഫ്രിഡ്ജിൽ വെച്ചിട്ട് രാവിലെ ചായ ഇടാൻ നേരത്ത് നമ്മൾ പാലെടുക്കൂലേ, അപ്പോൾ ഇത് ഇതുപോലെ പാൽപ്പാട ഇടും. പാൽപ്പാട എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അതിന് സ്പൂണിട്ട് മുകളിൽ നിന്ന് മാറ്റി ഒരു പാത്രത്തിനകത്ത് വെച്ചിട്ട് ഫ്രീസറിൽ വെച്ചേക്കും. ഇത് ഏകദേശം ഒരു 20 ദിവസം തന്നെ ഉണ്ടാവും. ഈ പാൽപ്പാട ഫ്രീസറിൽ തന്നെ സൂക്ഷിച്ച് വെച്ചതാണ്. അപ്പോൾ നമ്മൾ നെയ്യ് തയ്യാറാക്കേണ്ട അതേ ദിവസം രാവിലെ എടുത്തിട്ട് ഫ്രീസറിൽ നിന്ന് വെളിയിൽ വയ്ക്കുമ്പോഴേക്കും അതിൻ്റെ ഐസൊക്കെ മാറി കിട്ടും. ഐസൊക്കെ മാറി നല്ല പാൽപ്പാടയുടെ രൂപത്തിലായിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് മിക്സറിനകത്തിട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുക്കണം. അപ്പോൾ ഈ തണുത്ത വെള്ളം ഒഴിച്ചിട്ട് വലിയ മിക്സർ ജാറിനകത്ത് പകുതി എടുക്കാം. ഒത്തിട്ടാൽ പെട്ടെന്നാവില്ല. പകുതി എടുക്കാം. പകുതി ഇട്ടിട്ട് അതിന് നിറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഈ തണുത്ത വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് അടിക്കും. അടിച്ചിട്ട് എടുക്കുമ്പോഴും കണ്ടില്ലേ ഇതുപോലെ സെപ്പറേറ്റ് ആവാതെ കണ്ടില്ലേ പേസ്റ്റ് പരുവത്തിലായി. ഈ പരുവത്തിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കുറച്ചുകൂടി തണുത്ത വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക. അപ്പോഴേക്കും ഉണ്ടല്ലോ ഇതിൻ്റെ സൗണ്ടങ്ങ് മാറി ഇങ്ങ് വരും കേട്ടോ. ആദ്യം കേൾക്കുന്ന ഒരു സൗണ്ട് ആയിരിക്കില്ല. ഈ വെള്ളവും ഈ ബട്ടറും സെപ്പറേറ്റ് ആവുന്നത് കണ്ടോ. ഇതുപോലെ വെള്ളവും ബട്ടറും ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അതിന് നമ്മൾ കൈ കൊണ്ട് എടുത്തിട്ട് ഒന്ന് അതിലുള്ള വെള്ളം ഇട്ട് പോകുന്നത് ചിലപ്പോൾ ജസ്റ്റ് അതിനങ്ങ് ഉരുട്ടിയെടുത്ത് ഒരു പാത്രത്തിലോട്ട് വയ്ക്കുക. ഇത് ബട്ടറാണ് കേട്ടോ. ഈ ബട്ടറിന് ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ കുറച്ച് ബട്ടർ ഒരു പാത്രത്തിനകത്ത് കുറച്ചുകൂടെ ശുദ്ധമായ വെള്ളത്തിനകത്ത് ഇട്ടിട്ട് ഒരു ചെറിയ പാത്രത്തിനകത്ത് വെച്ചിട്ട് ഫ്രീസറിൽ സൂക്ഷിക്കും. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ബട്ടർ ഇട്ടിട്ട് എന്തെങ്കിലുമൊക്കെ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കാമല്ലോ. അപ്പോൾ അത് ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ട് ബാക്കിയും കൂടി ഇതുപോലെ അടിച്ച് എടുക്കാം. ഇനി ഈസിയാണ് നമുക്ക് നെയ്യ് ഉണ്ടാക്കാൻ. ആദ്യം ചട്ടി എടുത്ത് വെച്ച് നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന ഈ ബട്ടറിന് അതിനകത്തോട്ടിടുക. നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. വലിയ തീയിൽ തന്നെ ഇളക്കാം. വലിയ തീയിൽ തന്നെ. അപ്പോഴേക്കും പെട്ടെന്ന് ഉരുവി വരും. കണ്ടില്ലേ, സ്പൂണിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. ഇത് നോൺ സ്റ്റിക്ക് അല്ലാത്തതുകൊണ്ടേ അടിയിൽ പിടിക്കും. അതിങ്ങനെ ഇളക്കി കണ്ടില്ലേ, അതിങ്ങനെ ഉരുവി നല്ല നെയ്യിൻ്റെ കളറൊക്കെ വരുന്നുണ്ടോ. ഉരുവി നല്ല എണ്ണ പോലെ ആയി കണ്ടോ. നെയ്യ് സെപ്പറേറ്റായി. നെയ്യ് ഇത് കരിഞ്ഞു പോകാൻ പാടില്ല. നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് അരിച്ചൊഴിക്കാം. നല്ല കളറും കണ്ടില്ലേ, പശുവിൻ്റെ നെയ്യിൻ്റെ കളറും നല്ല മണവുമാണ്. എനിക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട്. നല്ല ഒന്നാം തരം ശുദ്ധമായ വീട്ടിലുണ്ടാക്കുന്ന നെയ്യ്. അപ്പോൾ പറ്റുന്നുള്ളവരൊക്കെ ചെയ്ത് നോക്കാം കേട്ടോ.